എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായിട്ടോ നമ്മുടെ കിച്ചണിൽ ഒരു ചെറിയ മേക്ക് ഓവർ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ കുറച്ച് തിരക്കുകൾ മൂലം നമുക്കത് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ അടുക്കളേനെ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി മാറ്റാമെന്ന്. രാവിലെ മുതലേ ചെയ്യാനിരിക്കുന്നതാണെങ്കിലും ഒരു 2 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ പണികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞാനൊരു മണ്ടത്തരം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ളത് കൊണ്ട് കുറേ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് തന്നെ തലയ്ക്ക് വട്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മടിയൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് നമുക്ക് നമ്മുടെ അടുക്കളയിനൊന്ന് സുന്ദരനാക്കാമെന്ന്. ആദ്യം തന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് പുറത്തുകൊണ്ടെന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ചെടികളൊക്കെ ഒന്ന് പുറത്തുകൊണ്ടെന്ന് വെച്ചാലാണ് അവർ കുറച്ച് എനർജറ്റിക് ആയിട്ട് ഇരിക്കത്തുള്ളൂ. എത്രയൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞാലും അവരിടയ്ക്ക് ഒന്ന് പുറത്തുകൊണ്ടെന്ന് വെക്കണം കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പുറത്തു കൊണ്ടേക്കലും ഇല്ല. അതുകൊണ്ട് ചെറിയ പ്ലാന്റിന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് നോക്കണം. ചിലത് കേടായി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അതുകൊണ്ട് കൈയോടെ അവരെ പുറത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. 2 മണിയാണെങ്കിലും നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ വെയിലിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. പിന്നെ അടുക്കള അത്യാവശ്യം കുളമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ കാര്യമായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടലില്ല. കുറച്ച് മടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിടണം. എനിക്ക് തന്നെ എന്തോ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അധികം വൈകാണ്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ. ഈ പ്രൊഡക്റ്റൊക്കെ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1 മാസമായിട്ടുണ്ട്. ഈ വീഡിയോയ്ക്കും 1 മാസത്തിന് തന്നെ പഴക്കമുണ്ട് കേട്ടോ. ഞാൻ കുറേ നാൾ മുമ്പ് എടുത്തു വെച്ചതാണ്. മടി കാരണം ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മടിയേക്കാൾ ഞാൻ മറന്നുപോയി എന്ന് പറയുന്നതാവും കുറച്ചും കൂടി നല്ലത്. ഇന്ന് വെറുതെ ഞാനിങ്ങനെ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വ്ളോഗ് കണ്ണിൽ പെട്ടത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ക്ലീനിങ് വ്ളോഗ്സൊക്കെ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗ് കളയാനായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന്. കാരണം അത്യാവശ്യം സമയം എടുത്തിട്ടാണല്ലോ നമ്മൾ വ്ളോഗൊക്കെ എടുക്കുന്നത്. ആ ഒരു ടൈമിന് നമ്മൾ ഇത്തിരിയെങ്കിലും റെസ്പെക്റ്റ് ചെയ്യണ്ടേ. അതുകൊണ്ട് ഇതിന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന അന്ന് തന്നെ വോയിസ് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന പോലെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് വോയിസ് കൊടുക്കാറുള്ളത്. ഇത് എടിപിടിന്ന് കൊടുക്കുന്ന ഒരു വോയിസ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഇതെനിക്ക് അടിച്ച് കാണാനുള്ള സമയവും ഇല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മൾ വാങ്ങിയ ഗ്ലാസ് ജാറും അതുപോലെ തന്നെ ടിന്നും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ പൊട്ടിച്ച് നോക്കി ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതിൽ ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് കഴുകി വൃത്തിയാക്കി എടുക്കുക തന്നെ വേണം. അപ്പം ഞാൻ വിചാരിച്ചു കഴുകി വൃത്തിയാക്കിയിട്ട് വേഗം ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരു തുണിയും സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഞാൻ നേരെ പാത്രങ്ങളും എടുത്ത് നേരെ മുകളിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. പോയപ്പോൾ പൊട്ട വെയിലാണ് കേട്ടോ. എനിക്ക് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ചെരുപ്പ് മുഴുവൻ അടിയിലിട്ടിട്ട് പോവുകയും ചെയ്തു. കാല് പൊള്ളിയിട്ടൊരു വിധമാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മോൾ ഭാഗത്തേക്ക് തുണി എടുത്തത് എന്തായാലും നന്നായിട്ടുണ്ട്. കാരണം അല്ലറ ചില്ലറ അഴുക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കാരണം ഈ കാറ്റിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് ആകെ ചവറായിട്ടുണ്ട്. എങ്കിലും ഞാൻ നല്ല വൃത്തിയുള്ളൊരു ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി പുറത്ത് പോകുമ്പോൾ ഒന്നും കൂടി തുടച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഞാൻ ആലോചിച്ചത്. ഒരു കുടയെങ്കിലും എടുത്തിട്ട് കയറേണ്ടതായിരുന്നു കേട്ടോ. ഇപ്പം തുടങ്ങും തലവേദന. കാരണം അത്ര നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഷടപടേന്ന് നമ്മുടെ പാത്രങ്ങളൊക്കെ പെറുക്കി എടുത്ത് വെക്കാം. ആദ്യം ഞാൻ വിചാരിച്ചത് പാത്രങ്ങളൊക്കെ നമ്മുടെ വരമ്പുമ വെക്കാമെന്നാണ് കേട്ടോ. പക്ഷെ ചെറുതായിട്ടൊരു പേടിയുള്ളതുകൊണ്ട് അത് വെച്ചില്ല. പിന്നെ ചെറിയ പാത്രങ്ങളുണ്ടല്ലോ നമ്മുടെ ഗ്ലാസ് ജാറ്, അതെടുത്ത് വരമ്പുമ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പോയി വെച്ചിട്ട് തിരിച്ചു വരാനൊരു ധൈര്യക്കുറവ്. എങ്ങാനും കൈവിട്ട് അടിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കാശും പോവും. കുറച്ച് നാൾ ഉപയോഗിച്ചതാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സമാധാനത്തിലെങ്കിലും ഇരിക്കാം. പക്ഷെ ഇത് പുതിയതാണല്ലോ. അതുകൊണ്ട് പിന്നെ റിസ്ക് എടുത്തില്ല. വെച്ച സാധനങ്ങൾ അതേ സ്പീഡിൽ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് വന്ന് ഞാൻ നമ്മുടെ തുണിമ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ പേരയ്ക്ക പറിക്കാം കേട്ടോ. ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ കയറുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പേരയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആർക്കും പേരയ്ക്ക വേണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പഴുത്തിട്ടിരിക്കുന്നുണ്ട്. ഇത് ഭയങ്കരമായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിറച്ച് പുഴുവായിരിക്കും. പക്ഷേ ഇളം ഒരു പച്ച കളറിലൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അതുപോലെ പുഴുവൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്കാണെങ്കിൽ പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 1-2 പേരയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ചള്ളാണ് കേട്ടോ. ചള്ളിയിൽ നിന്നും പറിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കടിച്ച് തുപ്പാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 5-6 പറിച്ചെടുത്ത് നേരെ ഇനി നമുക്ക് അടിയിലോട്ട് വരാം. ഇന്ന് സത്യം പറഞ്ഞാണ്ടല്ലോ എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു മൂഡും ഇല്ലാത്തൊരു ദിവസമാണ്. രാവിലെ മുതലേ ഞാൻ ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. ടയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. എന്നാൽ പറഞ്ഞു തരാനും അറിയില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കേട്ടോ.
പക്ഷേ ഞാൻ വലിച്ചു വാരി ഇട്ടതുകൊണ്ട് മാത്രം വന്നതാണ് ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല മൂഡോടുകൂടി നിൽക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് അത്യാവശ്യം ഐഡിയയിലൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മടുപ്പാവാണ് കേട്ടോ. ഈശ്വര ഇനി ഇങ്ങനെയും ചെയ്യാനുണ്ടോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തന്നെ തുടങ്ങി വെച്ചതാണല്ലോ, ഞാൻ തന്നെ അവസാനിപ്പിക്കാമെന്നും വിചാരിച്ചു. കൂട്ടത്തിൽ ഞാൻ ഉണ്ണീനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവളും ചെറിയ രീതിയിൽ തന്നെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ സാധനങ്ങൾ മൊത്തം എടുത്ത് മാറ്റിയിട്ട് അവിടെ ക്ലീൻ ചെയ്യാം കേട്ടോ. അവിടെ എന്തോ പൊടിയൊക്കെ പോയി കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ മാത്രമല്ല കേട്ടോ, ഡെയിലി തുടയ്ക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാലും അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മാറ്റി വെച്ച് തുടയ്ക്കലൊന്നുമില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് മാത്രമാണ് കൈയെത്തിച്ച് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇടുക. ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. അതിൻ്റേതായ എല്ലാ കുഴപ്പങ്ങളും അവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് കേട്ടോ. പിന്നെ എന്താ സാധനങ്ങളൊക്കെ മാറ്റി നമുക്ക് നല്ല പോലെ സ്ക്രബിട്ട് കഴുകി എടുക്കാം. പ്രത്യേകിച്ച് ആ ഭാഗത്ത് എവിടെയോ വെളിച്ചെണ്ണ പോയി കിടക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കറ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഭംഗി ആ ഭാഗത്തിനുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ പുതിയതായി വാങ്ങിച്ച സ്റ്റാൻഡൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് സാധനങ്ങൾ അല്ലറ ചില്ലറ വെക്കാണ്ടായിരുന്നു കേട്ടോ. അതും നമ്മൾ മീഷോന്ന് തന്നെ വാങ്ങിയൊരു റൗണ്ട് പോലത്തെ സാധനമാണ്. അതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും വീട്ടിലുണ്ട് തോന്നുന്നു. അതും വെച്ച് അതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് ആ ഭാഗം ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ പോയി നമ്മുടെ പാത്രങ്ങളൊക്കെ നോക്കാം. ഞാൻ വിചാരിച്ച പോലെ തന്നെ കേട്ടോ, എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളമില്ല കേട്ടോ. കമത്തി മറച്ചൊന്നും ഇടേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ഇരുന്നിട്ട് ആശാമാർ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ മുകളിലത്തെ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇവിടെ നിന്ന് അടിയിലോട്ട് നോക്കുമ്പോൾ. നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് അടിയിലോട്ട് പോയി നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഏകദേശം കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ അടിയിലോട്ട് ഞാൻ അധികം വലിച്ചു വാരി ഇടാത്തതുകൊണ്ട് പതുക്കെ ചെയ്യാം എന്നൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനേ. ഉണ്ണിക്ക് കഴിക്കാനായിട്ട് കുറച്ച് ചിയാ സീഡും അതുപോലെ തന്നെ നമ്മുടെ പംകിൻ സീഡും സൺഫ്ലവർ സീഡും അതുപോലുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് വെക്കാനായിരുന്നു കേട്ടോ കുഞ്ഞി ജാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കുപ്പി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാൻ ABC ജ്യൂസ് അടിച്ച് വെക്കാൻ ക്ലീൻ ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടി ഇനി സ്പെഷ്യലായിട്ട് വേറെ കുപ്പിയൊന്നും വാങ്ങണ്ടല്ലോ. പ്ലാസ്റ്റിക്കിൻ്റെയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം ഉപയോഗിക്കാമല്ലോ. അതൊക്കെ കൈയോടെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങിച്ച മറ്റേ ടിന്നുകൾ പലഹാരങ്ങൾ ഇട്ട് വെക്കാനാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പലഹാരങ്ങൾ ഇട്ട് വെക്കാനായിട്ട് ടിന്നുകളില്ല. നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡബർ ബാൻഡ് ചുറ്റിയിട്ട് ബക്കറ്റിൽ എടുത്ത് വെക്കില്ല പണി. അങ്ങനെയുള്ള സമയത്ത് ചിലതൊക്കെ തണുത്തു പോവും. പിന്നെ ചിലതൊന്നും നമ്മൾ അറിയില്ല അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് കുറേയൊക്കെ ചീത്തയായി പോവും. അതുകൊണ്ട് അമ്മ നിർബന്ധം പറഞ്ഞ് വാങ്ങിപ്പിച്ചൊരു സാധനമാണ് ഈ ടിന്നുകൾ. ഇതാവുമ്പോൾ നമുക്ക് കണ്ട് എടുത്ത് ആവശ്യമുള്ളതൊക്കെ എടുത്ത് തിന്നാലോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതൊക്കെ ഇട്ട് വെച്ച് അതേ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. സ്റ്റാൻഡ് സെറ്റ് ആവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചൊക്കെ പറ്റും. പിന്നെ എടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഉണ്ണി വീട്ടിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയധികം ചിപ്സൊക്കെ ഇവിടെ വാങ്ങി വെക്കുന്നത്. ഞാനും അച്ഛനും അമ്മയും അങ്ങനെ ചിപ്സ് അങ്ങനെ അധികം കഴിക്കില്ല. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിപ്സ്, ഏത് നേരം ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ അവൾ സ്കെൽട്ടൻ പോലെ ഇരിക്കുന്നത്. ഈ വോയിസ് അവൾ കേട്ടില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ എനിക്ക് നല്ല തട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റാക്കി ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നമ്മുടെ ശംഖുപുഷ്പം ഉണക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലിട്ട് വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാനിത് കേടായി പോകുമെന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനത് ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ജാർ 2 ബാലൻസ് വന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് ഫില്ല് ചെയ്യണ്ടേ. അപ്പോൾ പ്ലാസ്റ്റിക്കിലിരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഗ്ലാസ്സിലിരിക്കുന്നതാണല്ലോ ബെറ്റർ എന്ന് വെച്ചിട്ട് അതിലിട്ട് വെക്കുന്നുണ്ട്. സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ട് ഇതേ നമ്മുടെ പൊന്നമ്പിളി വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഈ അടുക്കി പറക്കി വെക്കലിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ ഒതുങ്ങി കിട്ടി. സാധാരണ അവിടേക്ക് നോക്കുന്ന സമയത്ത് എന്തോ പോലെ തോന്നാറുണ്ട് കേട്ടോ. ആകെപ്പാടെ സാധനങ്ങൾ കൂടിക്കെടുക്കുന്ന പോലെ അതില്ലാണ്ടായിട്ടുണ്ട്. പിന്നെ എന്തായാലും ക്ലീനിങ് തുടങ്ങിയതല്ലേ, നമുക്ക് മാറാലയും കൂടി അടിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ജടലുമൊക്കെ വേഗം മാറാല പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സാധനം വാങ്ങിയതാണ് കേട്ടോ. അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കംപ്ലീറ്റ് പോകുന്നൊന്നുമില്ല, മാറാലച്ചൂല് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. എങ്കിലും കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതുമ്പോൾ കാര്യമായിട്ട് മാറാല പിടിക്കുന്നില്ല, അതാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ ഞാൻ എൻ്റെ ചൂലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്, എങ്കിലും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ ഒരു കുട്ടി ഗണപതിനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നും വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വിളക്കും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചെടികളൊക്കെ തിരിച്ചെടുത്തിടാം. കുറേ ചെടികളൊക്കെ പോയി, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും അകത്തേക്ക് കയറ്റുന്നില്ല കേട്ടോ. പിന്നെ ആകപ്പാടെ ചട്ടികൾ ഇരിക്കുമ്പോഴും നമുക്കൊന്നും ചെയ്യാൻ സ്പേസ് ഇല്ലാത്ത പോലെ കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ചട്ടികളായിട്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ചട്ടികൾ മാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബാക്കിയത്തെ നമുക്ക് 1-2 എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗം തുടച്ച് വൃത്തിയാക്കലാണ്. അത്യാവശ്യം നല്ല അഴുക്കുണ്ടാവും കേട്ടോ. അടിഭാഗത്തല്ല, ചുമരിൻ്റെ അവിടെ. കൈയെത്തുന്നിടത്തൊക്കെ നമ്മൾ തുടയ്ക്കാറുണ്ട്, എങ്കിലും എണ്ണമയം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ നമ്മൾ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിലും ഉപ്പുഭരണിയൊക്കെ. അത് അവൾക്ക് പിൻട്രസ്റ്റ് വൈവിൽ വെക്കണം എന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. വെക്കുക മാറ്റുക ഇത് തന്നെ ഒരു പരിപാടിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഭാഗം ഫുള്ളി അവൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അടുക്കളയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ക്ലോക്കാണ് കേട്ടോ. കാരണം ക്ലോക്ക് അത്യാവശ്യമാണ് അടുക്കളയിൽ. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് ഒരെണ്ണം പൊട്ടിപ്പോയി, അതുകൊണ്ട് ഞാനൊരു ചെറിയ ക്ലോക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി പാല് വാങ്ങാനായിട്ട് പുറത്ത് പോകണം. അടിഭാഗം നാളെ ഒതുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് എൻ്റെ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ